പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ധാരാളം കൽപ്പനകളുണ്ട്. അതിൽ നിന്നൊരു 12 എണ്ണം നമുക്ക് ഇന്ന് കേട്ടു നോക്കാം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. എന്താണോ ഗുണകരമായത്, എന്താണോ നല്ല ശൈലി, അതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, ഒരു തർക്കം നടക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ തിരിച്ചങ്ങോട്ടുള്ള പ്രതികാരങ്ങൾ, ഇതൊക്കെ അഹ്സനായ രൂപത്തിലായിരിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നിശ്ചയം അള്ളാഹു ഗുണം ചെയ്യുന്ന, അങ്ങോട്ട് ഇഹ്സാൻ കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയിട്ട് അവന് വേണ്ടി ഇബാദത്ത് എടുക്കലാണ് ഇഹ്സാൻ എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അള്ളാഹ് കാണുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പെരുമാറ്റം ഞാൻ ശരിയാക്കണം എന്നുള്ള ആ ഒരു നല്ല ചിന്തയോട് കൂടിയിട്ട് പ്രതികരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ അഹ്സനായ രൂപത്തിലാണ് അങ്ങോട്ട് പ്രതികരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന സമയത്ത് അദ്ദേഹം രണാങ്കളത്തിൽ വെച്ചിട്ട് ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായ ഒരുത്തൻ്റെ ചുമലിൽ കയറി നിന്നുകൊണ്ട്, ഒരുത്തൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവനെ കൊല്ലാൻ ഇരിക്കെ, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളോങ്ങുന്നതിനിടെ ആ മനുഷ്യൻ ദേഷ്യം പൂണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്ക് കാറി തുപ്പി. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ ഒരു ദേഷ്യത്തിൽ അദ്ദേഹത്തോട് പ്രതിക്രിയ ചെയ്തില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് അദ്ദേഹം ആ ശത്രുവിനെ കൊല്ലുക എന്നുള്ളത് ജിഹാദിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന പക, ദേഷ്യം ആയിരിക്കും. അവിടെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വളരെ മനോഹരമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലാകട്ടെ, നമ്മൾ നമ്മുടെ സമുദായത്തോട് അഭിസംബോധന ചെയ്യുമ്പോഴാകട്ടെ, എന്ത് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴാണെങ്കിലും അഹ്സനായ വിധത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ടാമത്തത്, ഊഹങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ നിഗമനത്തിലേക്ക് എത്താൻ പാടില്ല. ഇജ്തനിബൂ കസീറം മിനദ്ദന്ന. നമ്മൾ ഊഹം വെച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമുക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നീട് ഊഹം വെച്ചുകൊണ്ടോ അതിനെ ഉറപ്പായി ഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇബാദത്തിലേക്ക് അതിൻ്റെ ഒരു ഫത്വ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഊഹം വെച്ചുകൊണ്ട് ഒരാളെ സംശയിക്കാനോ, അയാളുടെ കുറ്റം പറയാനോ, അയാളെ അവഗണിക്കാനോ, അയാളെ മോശക്കാരനാക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് ഊഹമുണ്ടെങ്കിൽ, ഒരാളെ പറ്റിയിട്ട് ഉറപ്പില്ലാത്ത ധാരണ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഉറപ്പില്ലാത്ത ധാരണ വെച്ചിട്ട്, അല്ലെങ്കിൽ ഊഹം വെച്ചിട്ട് മോശക്കാരനാക്കാനോ അവനെ ഒരു പ്രതിയാക്കാനോ ഒന്നും പാടില്ല. ഒരാളെ പറ്റിയിട്ട് ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഉറപ്പില്ലെങ്കിൽ പിന്നെ പ്രതികരിക്കരുത് എന്നാണ് വിശുദ്ധമായിട്ടുള്ള ഖുർആനിൻ്റെ മറ്റൊരു കൽപ്പന എന്ന് പറയുന്നത്. മാത്രമല്ല, മൂന്നാമത്തത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിൽ നിങ്ങൾ പരിപൂർണമായിട്ടും പ്രവേശിക്കണം. മുസ്ലിമാകുമ്പോൾ സമ്പൂർണ്ണ മുസ്ലിമാകണം. മുസ്ലിമായിട്ട് അമുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള മുസ്ലിമിൻ്റെ ഒരു അടയാളമല്ല എന്ന് മനസ്സിലാക്കണം. പൂർണ്ണമായ മുസ്ലിം എന്ന് പറയുന്നത് മറ്റൊരു ശല്യമില്ലാത്ത രൂപത്തിൽ, ഇബാദത്തൊക്കെ എടുക്കുന്ന രൂപത്തിൽ, റബ്ബിനെ ശിർക്ക് കൊണ്ട് സമീപിക്കാത്ത രൂപത്തിൽ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിമിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ ആ രൂപത്തിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാലാമത്തത് വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്താണോ ഗുണം അതൊക്കെ ചെയ്തു കൊടുക്കണേ എന്ന് അള്ളാഹിൻ്റെ വസിയത്തായിട്ട് പറയുന്നുണ്ട്. മാതാപിതാക്കൾ നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചവരാണ്. അവർ ജോലി ചെയ്യുന്നത് പോലും, അവർ ലീവ് എടുക്കാതെ ജോലിയിലായിട്ട് വിദേശത്താവട്ടെ നാട്ടിലാകട്ടെ അവർ എത്ര പ്രയാസം സഹിക്കുന്നുണ്ട്. വീട്ടിൽ ഉമ്മ പണിപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്നതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ എന്താണോ അത് ചെയ്യണേ എന്ന് അള്ളാഹ് വസിയത്തായിട്ട് പറയുന്നുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. മാതാപിതാക്കളിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഞ്ചാമത്തത് വാതിഉൽ ബാഇസൽ ഫഖീർ എന്നുള്ളതാണ്. പാവപ്പെട്ട, വളരെ ഒറ്റപ്പെട്ട, നിരാശരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന, നിരാശ പൂണ്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഒന്നുമില്ല, കയ്യിൽ പണമില്ല, അവർക്ക് സമ്പാദിക്കാനുള്ള ശേഷിയില്ല, പാവപ്പെട്ടവരാണ്, അവർക്ക് സമ്പാദ്യമുണ്ട് പക്ഷേ സമ്പാദ്യം തികയില്ല. അത്തരം ആളുകൾക്ക് അന്നത്തിനുള്ള വക ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു കൽപ്പന അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അന്നം കൊടുക്കുക എന്നത് വളരെ മഹത്തമായ കാര്യമാണ്. ചില സമയത്ത് ഇസ്ലാം വളരെ നിർബന്ധത്തോടു കൂടിയിട്ട് അത് പറയുന്നുണ്ട്. നമുക്കറിയാം, ഫിത്ർ സക്കാത്തൊക്കെ നിർബന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് അഖീഖത്ത് ഇറക്കുക, ഉൽഹിയത്ത് ഇറക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കഫാറത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന മുദ്ദ് അരികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇസ്ലാം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ പാവങ്ങളെ സഹായിക്കുന്ന രൂപത്തിൽ, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന്
പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ. 6-മത്തേത് വഖൂലു ഖൗലൻ സദീദ, നേരുള്ള വർത്തമാനം പറയണം. നമ്മൾ പറയുന്നത് നേരായിരിക്കണം, കള്ളമാകരുത്. വിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആ വഴിത്താരയിൽ നിന്നും തെന്നിപ്പോകുന്ന വർത്തമാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കള്ളത്തരങ്ങളെ പ്രചരിപ്പിക്കാൻ പാടില്ല. മോശത്തരങ്ങൾക്ക് ലയിക്കടിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ മറുപടി ഇടാനോ പാടില്ല. നമ്മുടെ വാക്ക് സദീദായിരിക്കണം. അത് എല്ലാ ജുമാക്കും ഖത്തീബും അതുപോലെ തന്നെ മുഅദ്ദിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങൾ സദീദായ വചനത്തെ ഉദ്ധരിക്കണം, സംസാരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് ശരിയായ വർത്തമാനം അത് മാത്രം പറയുക. കള്ളത്തെ പ്രചരിപ്പിക്കുന്ന കള്ളന്മാരായി നമ്മൾ ഒരിക്കലും മാറരുത്. പ്രത്യേകിച്ച് ആലിമ്യങ്ങളും താലിമ്യങ്ങളും ഈ വിഷയം ശ്രദ്ധിക്കണം. മറ്റൊന്ന് വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് മധുര മനോഹരമായ രൂപത്തിൽ സംസാരിക്കുക. ജനങ്ങളോട് ദേഷ്യം പിടിച്ചുകൊണ്ട്, ജനങ്ങളോട് കോപിച്ചുകൊണ്ട്, കോപാകുലനായിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. ജനങ്ങളോട് അസൂയ വെക്കാൻ പാടില്ല. ഹുസ്നി എന്ന് പറയുമ്പോൾ മനോഹരമായ സംസാരമാണ്. ആ രൂപത്തിൽ ജനങ്ങളോട് സംസാരിക്കണം. ഏറ്റവും നല്ല സംസാരം സലാം പറയലാണ്. ആളുകളോട് നല്ല രൂപത്തിൽ സലാം പറയാം. ഈ സലാമിൻ്റെയൊക്കെ പ്രത്യേകത പരിശോധിക്കുകയാണെങ്കിൽ ഏത് മരിച്ച വീട്ടിൽ പോയാലും നമുക്ക് സലാം ചെല്ലാൻ പറ്റും. സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാ വേദിയിലും നമുക്ക് പ്രകടമാക്കാൻ പറ്റിയിട്ടുള്ള വചനമാണ് സലാം. അതുകൊണ്ട് സലാമിനെ നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. 8-മത്തെ കാര്യമെന്ന് പറയുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ, ഗുണത്തിൻ്റെ മേലിൽ നിങ്ങൾ സഹായിക്കണേ. ഒരാൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് സഹായിക്കണം. തഖ്വക്ക് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന് അവൻ്റെ സൂക്ഷ്മത പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ തഖ്വ അതിൻ്റെ അസാസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ സഹായിക്കണം. പള്ളി നിർമ്മിക്കാൻ, ഇൽമിന് വേണ്ടിയിട്ട്, മറ്റുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ആവണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്താനോ മറ്റുള്ളവരെ തകർക്കാനോ വേണ്ടിയിട്ട് ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാൻ പാടില്ല. 9-മത്തേത് വഹ്ഫദു ഐമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ വചനങ്ങളെയും ഒക്കെ സൂക്ഷിക്കണേ. വെറുതെ കള്ളസത്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തെ നരകത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സത്യം ചെയ്യുമ്പോൾ തന്നെ അത് വളരെ കൃത്യമായ രൂപത്തിൽ, ഒരിക്കലും അനാവശ്യമായിട്ട് ഇങ്ങനെ വെറുതെ സത്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ, നമ്മുടെ കരങ്ങളെ, നമ്മുടെ ബോഡിയൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. സത്യം മാത്രം പറയണം. 10-മത്തേത് ഔഫുൽ കൈല ഇദാക്കിൽത്തും, കച്ചവടക്കായ ആളുകളുണ്ടാവുമല്ലോ, അവർ അളന്നു കൊടുക്കുമ്പോൾ അളവിനെ പൂർത്തിയാക്കി കൊടുക്കണം. 1 കിലോ സാധനം ഒരാൾ പറഞ്ഞാൽ 1 അണ്ണുമണി കുറഞ്ഞാൽ അത് പറ്റിക്കലാണ്. പഴയകാലത്ത് പഴയകാലത്ത് ഉമറാക്കളൊക്കെ 1 കിലോനാണെങ്കിൽ 1 കിലോനേക്കാൾ കൂട്ടിയിടുമെന്നാണ്. തുലാസ് ചതിച്ചാൽ അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അങ്ങനെ അളവിലും തൂക്കത്തിലുമെല്ലാം വളരെ കണിശമായ നിലപാട് നമ്മൾ സ്ഥാപിക്കണം. പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ അങ്ങനെ അവനെ മറ്റുള്ളൊരാളെ പറ്റിക്കുന്ന രൂപത്തിലായാൽ അള്ളാഹുവിൻ്റെ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന രൂപത്തിൽ അത്തരത്തിൽ ഈ അളവിലും തൂക്കത്തിലുമെല്ലാം ക്രമക്കേട് കാണിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് അത്തരത്തിൽ അളവും തൂക്കവുമെല്ലാം പൂർത്തിയാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് വൈലെന്ന് പറയുന്ന നരകത്തിലെ ഒരു പ്രത്യേകതരം ശിക്ഷയാണ്. ആ ശിക്ഷ ലഭിക്കുന്നത് അളവിലും തൂക്കത്തിലും ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളാണ്. ഒരിക്കലും അത്തരത്തിൽ നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. കച്ചവടക്കാർ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. 11-മത്തേത് കൂനു മഅസ്സാദിഖീൻ, സത്യസന്ധർക്കൊപ്പം നിങ്ങൾ ചേരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സത്യസന്ധരായ ആളുകൾ എവിടെയാണ് നിൽക്കുന്നത്? അസത്യസന്ധരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. അതായത് സത്യസന്ധരായി തീരണമെന്നർത്ഥം. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ കള്ളസത്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ കള്ളം വരാൻ പാടില്ല. സത്യവാന്മാരുടെ സ്വഭാവം എന്താണോ അതനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. 12-മത്തേത് വഔഫു ബിൽ ഉഖൂദ്, ആർക്കെങ്കിലും എന്തെങ്കിലും കരാറ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല. ഈ കരാറൊക്കെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ കപട വിശ്വാസിയുടെ അടയാളമാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഇത്തരത്തിൽ ഇടപാട് ചെയ്താൽ അത് പൂർത്തിയാക്കാതിരിക്കാൻ പാടില്ല. ഇടപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം. ഒരാൾക്ക് എന്തെങ്കിലും തരാം, അങ്ങനെയൊക്കെ ഒരാളെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മോഹം കൊണ്ട് എന്തൊക്കെ കിനാവ് കണ്ടിട്ടുണ്ടോ ആ കിനാവ് കണ്ടതൊക്കെ അസ്തമിക്കുന്ന ഒരു വളരെ ദയനീയമായ സാഹചര്യം ഉണ്ടാകും. അയാൾ വേദനിക്കും. ആ മുഅ്മിനിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ നമ്മൾ അസ്വീകാര്യനായിത്തീരും. ആളുകൾ നമ്മളെ സ്വീകരിക്കുകയും നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുക. അതുകൊണ്ട് മുഅ്മിനായ ആളുകൾ ഇത്തരത്തിൽ കരാറിനെ പാലിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതികരണം നന്നാക്കണം, ഊഹങ്ങളൊക്കെ ഒഴിവാക്കണം, പരിപൂർണ്ണ മുസ്ലിമായി തീരണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, നല്ല വചനങ്ങൾ സംസാരിക്കണം, ഹുസ്നായ സംസാരം മാത്രമേ സംസാരിക്കാവൂ, നേര് സംസാരിക്കണം. അതുപോലെ തന്നെ ഗുണമെന്താണോ ആ ഗുണത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. നിങ്ങൾ കള്ളസത്യം ചെയ്യാൻ പാടില്ല. അളക്കുന്ന സമയത്ത് അളവിൽ പൂർണ്ണമായിട്ടും 100% ശരിയാക്കി വെക്കണം. സത്യസന്ധന്മാരായി തീരണം, കരാറുകളെ പൂർത്തിയാക്കണം. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളാണ്. അല്ലാഹു മുഅ്മിനീങ്ങളുടെ അടയാളം നിലനിർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.